ഇടുക്കി അടിമാലി കൂമ്പൻപാറയിലെ മണ്ണിടിച്ചിൽ ദുരന്തബാധിതർ 6ാം ദിവസവും സമരം തുടരുകയാണ്. മണ്ണിടിഞ്ഞ് അപകടമുണ്ടായ സ്ഥലത്ത് കുടിൽ കെട്ടിയാണ് അവരിപ്പോൾ സമരം നടത്തുന്നത്. ഉദ്യോഗസ്ഥരോ ജനപ്രതിനിധികളോ തിരിഞ്ഞു നോക്കുന്നില്ലെന്നും അവർക്ക് പരാതിയുണ്ട്. അതിന് നമുക്ക് അവരുടെ ഈ പ്രതികരണത്തിലേക്ക് ഒന്ന് ചെല്ലാം. ഈ ദുരന്തമുണ്ടായതിനു ശേഷം കൂടിയ സർക്കാർ തലത്തിൽ കൂടിയ യോഗത്തിൽ 30 വീട്ടുകാരെ ഉൾപ്പെടുത്തി പൂർണ്ണമായ പരിരക്ഷ നൽകാമെന്ന് ഉറപ്പ് നൽകിയിട്ടാണ് ഞങ്ങളെ മാറ്റി പാർപ്പിച്ച ക്യാമ്പിൽ നിന്ന് ഞങ്ങൾ പിന്മാറുന്നത്. ക്യാമ്പിൽ നിന്ന് മാറ്റി ഞങ്ങളെ വാടകയ്ക്ക് വീടെടുത്ത് താമസിക്കാൻ തുടങ്ങി. ആദ്യ മാസത്തിൽ വാടക കിട്ടിയില്ല. 4 മാസം തുടർച്ചയായിട്ട് വാടക കിട്ടാതിരുന്നപ്പോഴാണ് ഞങ്ങൾ ആദ്യഘട്ട സമരത്തിൽ ഇറങ്ങിയത്. ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത് ഒരിക്കലും വാടകയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിസ്സാരമായി തരുന്നതിന് തുകയ്ക്ക് വേണ്ടിയല്ല. ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട ഞങ്ങളുടെ വീട് ഞങ്ങൾക്ക് വേണം. വാർഡ് മെമ്പർ ഞങ്ങൾ രാഷ്ട്രീയമായിട്ട് വർത്താനം പറഞ്ഞിട്ട് വിടുക ചെയ്ത്. നിങ്ങൾ ഇവിടുന്ന് സമരം പിൻവലിച്ച് ഞങ്ങളോട് ഒരു അനുകൂലമായിട്ട് അവർക്ക് ഞങ്ങളോട് സംസാരിക്കാനോ ആയിട്ട് അവർ വരുന്നില്ല. രാഹുൽ വിജയൻ ചേരുന്നു അടിമാലിയിൽ നിന്ന്. പറയൂ രാഹുൽ. SKN കഴിഞ്ഞ വർഷം ഒക്ടോബർ 25-നാണ് അടിമാലി കൂമ്പൻപാറയിൽ മണ്ണിടിച്ചിലുണ്ടാകുന്നത്. അന്ന് ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുന്ന നിലയിലേക്ക് പോയിരുന്നു. 8 വീടുകൾ പൂർണ്ണമായും തകരുകയും ബാക്കിയും ഉള്ള വീടുകൾ 27ഓളം വീടുകൾ റെഡ് സോണിൽ ഉൾപ്പെടുകയും വീണ്ടും അപകടമുണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് അവിടെയുള്ള ആളുകളോടൊക്കെ മാറി താമസിക്കാൻ പറയുകയും ചെയ്തിരുന്നു. പിന്നീട് അവിടെ എത്തിയ ജനപ്രതിനിധികളടക്കം ഈ ദുരന്ത ബാധിതർക്ക് വലിയ ഉറപ്പുകൾ നൽകിയിരുന്നു. അതായത് 27 കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം 10 ലക്ഷം രൂപ വീതം നൽകും. അവരുടെ പുനരധിവാസം അടിയന്തരമായി ഉറപ്പാക്കും. കരാർ കമ്പനിയിൽ നിന്ന് ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന വിധത്തിലേക്ക് വരെ കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ യാതൊരു തരത്തിലുള്ള നടപടിയും 8 മാസം കഴിഞ്ഞിട്ടും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഈ പ്രതിഷേധക്കാർ പറയുന്നത്. മാത്രമല്ല 9 കുടുംബങ്ങൾക്ക് മാത്രമാണ് പൂർണ്ണമായിട്ടും വീട് നഷ്ടപ്പെട്ടവരുടെ പട്ടികയിൽ ഇടം പിടിക്കാൻ കഴിഞ്ഞത്. ബാക്കിയുള്ള ആളുകൾക്കൊക്കെ ചെറിയ നഷ്ടപരിഹാരം മാത്രമേ ലഭിക്കുകയുള്ളൂ. ഈ 9 പേരൊഴികെയുള്ള ബാക്കി എല്ലാവരോടും പഴയ വീടുകളിലേക്ക് തിരികെ പോകണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് ഇവരുടെ പ്രതിഷേധത്തിന് കാരണം. മാത്രമല്ല അനർഹരായ ആളുകൾ ഈ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് എന്നുള്ളതും ഇവരുടെ പ്രതിഷേധത്തിന് കാരണമായി പറയുന്നുണ്ട്. ഇവർക്ക് പൂർണ്ണമായിട്ടുള്ള തുക 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം ലഭ്യമാക്കണം. അതിനുവേണ്ടിയാണ് ഈ സമരം എന്നുള്ളതാണ് നിലവിൽ ഈ പ്രതിഷേധം നടത്തുന്ന ആളുകളുടെ പ്രധാനപ്പെട്ട ആവശ്യം. പക്ഷേ ഈ സമരം തുടങ്ങി 6ാം ദിവസമായിട്ടും ഏതെങ്കിലും ഉദ്യോഗസ്ഥരോ ജനപ്രതിനിധികളോ കാര്യമായിട്ടുള്ള ഇടപെടൽ നടത്തിയിട്ടില്ല. ഇവരുടെ അടുത്ത് വന്ന് കാര്യമായിട്ടുള്ള സംസാരങ്ങൾ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇവരുടെ ആവശ്യങ്ങൾ കേട്ട് എന്താണ് വേണ്ടതെന്ന് മനസ്സിലാക്കി അതിനൊരു പരിഹാരമാണ് കാണേണ്ടിയിരുന്നത്. പക്ഷേ നിലവിൽ ഇറങ്ങിയിരിക്കുന്ന ഉത്തരവ് പ്രകാരം 9 വീട്ടുകാർക്ക് മാത്രം 9 കുടുംബങ്ങൾക്ക് മാത്രം നഷ്ടപരിഹാരം നൽകി ബാക്കിയുള്ളവർക്ക് വാടക ഇനത്തിൽ മാത്രം തുക നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അത് മാറ്റണം എന്നുള്ളതാണ് പ്രധാനമായും ഇവർ മുന്നോട്ട് വെച്ചിരിക്കുന്ന ആവശ്യം. അത് പരിഗണിക്കാൻ ആരും തയ്യാറാകുന്നില്ല. കളക്ടർ ഉൾപ്പെടെയുള്ളവരും ജനപ്രതിനിധികൾ MLA MP ഉൾപ്പെടെയുള്ളവർ ആ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായും ഇവർ പറയുകയും ചെയ്തിരിക്കുന്നത്. അതിനൊരു പരിഹാരം അടിയന്തരമായി കാണണം. ഇവർ ഇപ്പോൾ കുടിൽ കെട്ടി താമസിക്കുന്നത് കഴിഞ്ഞ വർഷം ഈ മണ്ണിടിച്ചിൽ അപകടമുണ്ടായ അതേ സ്ഥലത്ത് തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശക്തമായ മഴ പെയ്തിരുന്നു. അവിടെ തൊട്ടടുത്ത് തന്നെ ചെറിയ തോതിൽ ഈ മഴ തുടങ്ങുന്ന സമയത്ത് മണ്ണിടിഞ്ഞ് തുടങ്ങിയതായിരുന്നു. അത് വീണ്ടും ഒരു അപകടം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഇവരോട് ഈ കുടിലൊക്കെ പൊളിച്ചു മാറ്റാൻ വേണ്ടി പോലീസ് ഉൾപ്പെടെ പറയുന്നുണ്ട്. പക്ഷേ ജീവൻ നഷ്ടപ്പെട്ടാലും അവർ ആ പ്രശ്നം പരിഹരിക്കുന്നത് വരെ അവിടെ തുടരും എന്നുള്ളതാണ് പറയുന്നത്. വലിയ ആശങ്ക ഉണ്ടാക്കുന്ന വിധത്തിലാണ് അവരുടെ ഈ സമരം അവിടെ തുടരുന്നത്. കാരണം ഒരു അപകടം വീണ്ടും ഉണ്ടാകാനുള്ള സാധ്യത അവിടെ കണക്കാക്കുന്നതാണ്. റെഡ് സോണിൽ പെടുന്ന സ്ഥലമാണ്. അവിടെ വീണ്ടും ഇത്തരത്തിലൊരു കുടിൽ കെട്ടിയുള്ള സമരം നടത്തുന്നത് അത് ആശങ്ക ഉണ്ടാക്കി തന്നെ തുടരുകയാണ്. എത്രയും വേഗം ഈ പ്രശ്നം പരിഹരിക്കപ്പെടേണ്ടതാണ്. ഇവരുടെ ആവശ്യം ന്യായമാണ് താനും. SKN. രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.